നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. ഓൾ ഇന്ത്യ വൺ പെൻഷൻ വിഷയം സംബന്ധിച്ച കഴിഞ്ഞ വീഡിയോ നാം കണ്ടു. അത് കാണാത്തവർ തീർച്ചയായും കാണുക. ഓൾ ഇന്ത്യ വൺ പെൻഷൻ സംബന്ധിച്ച രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. പോകാം വീഡിയോയിലേക്ക്. 9/4/25 രാവിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർ സംഘടിച്ച് നടത്തിയ രാജ്ഭവൻ മാർച്ച് ഇതാ. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ തുല്യ പെൻഷൻ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മാർച്ചിന് നേതൃത്വം നൽകിയ ശ്രീമാൻ ക്ലീറ്റസ് ഉൾപ്പെടെ തുടങ്ങിയവരുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. പെൻഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് ഇന്ന് സംഘടിപ്പിക്കുകയും ഇടുക്കിയും കേരളത്തിന്റെ നാനാഭാഗത്തുനിന്നും 14 ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ വാർഷികകാല പെൻഷൻ 1,600 രൂപ പോലും മാസം തോറും മുടങ്ങാതെ കൊടുക്കാൻ പറ്റാത്ത ഈ ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോവുക എന്നുള്ളതാണ് ഈ സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. 1,600 രൂപ പെൻഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് മറിയക്കുട്ടിയെ പോലുള്ള ചേട്ടത്തിമാര് ഭിക്ഷ ശക്തി എടുക്കേണ്ട ഗതികേടിലായിട്ടാണ് എത്തി നിൽക്കുന്നത്. ഇനി മാസം തോറും ഇനിയുള്ള മറിയക്കുട്ടി ചേട്ടത്തിമാരെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിക്കരുതെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ വാർഷികകാല പെൻഷൻ മാത്രം എന്തുകൊണ്ടാണ് മുടങ്ങുന്നത്? ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്റെ പെൻഷൻ എവിടെയെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ? ഈ വാർഷികകാല പെൻഷൻ 5-6 മാസ കാലങ്ങൾ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം. കാരണം അതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം, ഇവര് 6 മാസം മുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 9,60,000 രൂപ അടുത്തോളം വരുന്നുണ്ട്. ആ തുക മരണപ്പെട്ടാൽ അവരുടെ അവകാശിക്ക് കൊടുക്കാൻ നിയമമില്ലെന്നാണ് ഇവര് പറയുന്നത്. അതിന്റെ കാരണം കൊണ്ടാണ് ഈ വയോധികരുടെ പെൻഷൻ പരമാവധി കുടിശ്ശിയിട്ട് അവരെ മരണത്തിൽ എത്തിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പെൻഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ഒരു രാജ്ഭവൻ മാർച്ചാണ് 60 വയസ്സ് കഴിഞ്ഞവർ 10,000 രൂപ പെൻഷൻ കിട്ടണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു സംഘടനയാണ്. അധ്വാനിക്കുന്ന കാലം മുതൽ നികുതി അടയ്ക്കുന്ന സാധാരണക്കാർക്കും കർഷകർക്കും മണ്ണിൽ പണിയെടുക്കുന്നവർക്കും പ്രൈവറ്റായ എല്ലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന എല്ലാവരും അവരേത് അധ്വാനത്തിന്റെ ഒരു ഭാഗം ഈ സമൂഹത്തിൽ ചിലവഴിക്കുന്നുണ്ട്. അതിന്റെ ഒരു നികുതി പണമാണ് സർക്കാർ ഇന്ന് നിലനിൽക്കുന്നത്. ആ ഒരു സർക്കാരിന് സാധാരണക്കാരന്റെ വരുമാനം എന്ന് പറയുന്നത് വാർദ്ധക്യത്തിൽ അവരെ പണിയെടുത്ത് ക്ഷീണിക്കുമ്പോൾ നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അവർക്ക് ജീവിക്കാൻ ഒരു പെൻഷൻ കൊടുക്കണം. അധ്വാനിക്കുന്നതിലെ ഒരു വിഹിതം നികുതിയായി അടയ്ക്കുന്നവർക്ക് സാധാരണക്കാരന്റെ പെൻഷൻ എന്ന് പറയുന്നത് 1,600 രൂപയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2,500 രൂപ പെൻഷൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ അവർ ഇലക്ഷൻ നിന്നത്. വയസ്സായവരെ കിടക്കുന്നവരെയും ഗവൺമെന്റ് ജോലിക്കാരെ വെച്ച് വോട്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഈ ഒരു ജനാധിപത്യ രീതിയിൽ സാധാരണക്കാരന്റെ യാതൊരു അർത്ഥത്തിലും അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാത്ത ഒരു സാഹചര്യമാണ്. ആശുപത്രിയിലെ മരുന്നിനും മെഡിക്കൽ സ്റ്റോറിനും ഒക്കെ കടം പറഞ്ഞു പോകുന്ന മാതാപിതാക്കൾ പെൻഷൻ വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു പോകുന്നവർക്ക് സമയത്തിനൊരു പെൻഷൻ കൊടുക്കുന്നില്ല. അത് കൊടുക്കുന്നത് ഓരോരുത്തർക്കും വരുന്നത് 1,200 രൂപ, 1,000 രൂപ ഇങ്ങനെ ബാങ്കുകളിൽ വരുന്നു. അത് 6 മാസം കൂടുമ്പോ, 3 മാസം കൂടുമ്പോ 1 മാസത്തെ പെൻഷനാണ് അവർക്ക് നൽകുന്നത്. ജീവിക്കാനുള്ളൊരു പെൻഷൻ സർക്കാർ കൊടുക്കണം. സാധാരണക്കാരന്റെ ജീവിതം അനാഥാലയങ്ങളിൽ ചിലവഴിക്കുന്നത് ഈ ഒരു സാമ്പത്തിക നികുതി ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലൊരു പെൻഷൻ കൊടുക്കണമെന്നും ഒരു 10,000 രൂപയെങ്കിലും സാധാരണക്കാർക്ക് ലഭിക്കണമെന്നാണ് ഞങ്ങളുടെ സംഘടന വാദിക്കുന്നത്. ഒരു സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ മാറ്റിമറിക്കുന്ന 50,000 25,000 രൂപയൊക്കെ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു ആൾക്ക് അതിന്റെ ഒരു രീതികളും ഈ സർക്കാരിൽ നടപ്പാക്കുന്ന കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അപ്പോൾ സാധാരണക്കാരന്റെ പെൻഷൻ ഈ മൊത്തം ഈ സാമ്പത്തിക വർഷത്തിൽ എത്രയോ പ്രാവശ്യം സാമ്പത്തിക വികസനം വന്നു. 1 രൂപ പോലും ഇന്ന് മാറ്റിയിട്ടില്ല. 1 രൂപ പോലും
പോലും അവർക്ക് വേണ്ടി കൂട്ടിക്കൊടുത്തിട്ടില്ല. അത് സംസാരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ നിയമസഭയിലെ ഒരു MLA-യോ MP-യോ ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സാധാരണക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിച്ച് 10,000 രൂപ പെൻഷൻ കൊടുത്ത് സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും തുല്യമായ ഒരു പെൻഷൻ, ജീവിക്കാനുള്ള ഒരു പെൻഷൻ അനുവദിക്കണമെന്നാണ് ഞങ്ങളുടെ സംഘടന അനുശാസിക്കുന്നത്. ഈ സംഘടനയിൽ ഞങ്ങളിന്ന് രാജ്ഭവൻ മാർച്ച്, ഗവൺമെന്റ് രാജ്ഭവൻ മാർച്ചിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമരത്തെ ഞങ്ങൾ വീണ്ടും കൊണ്ടുപോകും. ഞങ്ങളുടെ ഈ സമരം വാർദ്ധക്യത്തിലുള്ളവരെ കൂട്ടിക്കൊണ്ട് രാജ്യത്തിടമുള്ള സമര പ്രഖ്യാപനം നടത്തുമെന്ന് ഉറപ്പ് നൽകുന്നു. നന്ദി, നമസ്കാരം. കൊല്ലം ജില്ലയിൽ നിന്നാണ്. എന്റെ പേര് സദാനന്ദൻ. വൺ ഇന്ത്യ വൺ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ജനങ്ങൾക്കും 10,000 രൂപ പെൻഷൻ ലഭിക്കണം എന്നുള്ളതാണ് നമ്മളെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നാം ഇത് ആവശ്യപ്പെടുന്നത്? ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുള്ള വേറുകൃത്യം, അങ്ങനെ ഒരു വേറുകൃത്യം ഈ സർക്കാരുകൾ തുടർന്നു വരുന്നത് അനീതിയാണ് എന്ന് ഉറക്കെ പറയുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ. സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഉപാധികളും കൂടാതെ തന്നെ നമ്മുടെ നികുതി പണത്തിൽ നിന്നെടുത്ത് അമിതമായ പെൻഷനുകൾ നൽകുന്നു. അങ്ങനെ അമിതമായ പെൻഷൻ കൊടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി കൊടുത്തുകൊണ്ട് നമ്മുടെ നികുതി പണം ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് സർക്കാരുകൾ ചെയ്തത്. ഇതിനൊരു അറുതി വരുത്തണം. നമുക്ക് കൂടെ നമ്മൾ അടയ്ക്കുന്ന, അതായത് 3.5 കോടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി 3.5 കോടി ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് കേവലം 5 ലക്ഷം പേർക്ക് മാത്രമായി പെൻഷൻ കൊടുക്കാതെ ഈ 3 ലക്ഷം പേർക്കും അത് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ പുനർവിചിന്തനം ചെയ്യണം. സർക്കാർ പൊതുഖജനാവിലെ പണം പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ അത് ഉപയോഗിക്കാൻ എല്ലാ സർക്കാരുകളും, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിന് തയ്യാറാകണമെന്നാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി സാധാരണക്കാരായ ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. ഇത് നമുക്കെല്ലാവർക്കും കൂടി ആവശ്യമായ ഒരു സമരമാണ്. അതുകൊണ്ട് തന്നെ ഈ 3.5 കോടി ജനങ്ങൾക്ക്, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കെന്നല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഈ സമര പരിപാടിയിൽ മുഴുവൻ ജനങ്ങളും പങ്കാളികളാകണമെന്ന് എല്ലാവരോടും വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മാർച്ചിന് നേതൃത്വം നൽകിയ ചില ലീഡർമാരുടെ വാക്കുകളാണ് നാം കേട്ടത്. ഇനിയും ബാക്കി കുറേ പേരുടെ വാക്കുകൾ കേൾക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. ULM കേരള യൂട്യൂബ് ചാനൽ ഈ ലീഡർമാർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.